പറവൂരിലെ തെരുവുകളിലൂടെ നടന്നു പോകുന്നവർക്ക് സുപരിചിതമാണ് അമ്മാളും അമ്മയുടെ മുഖം. 3 പതിറ്റാണ്ടിലേറെയായി നഗരവീഥികൾ സ്വന്തം ഇഷ്ടപ്രകാരം വൃത്തിയാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സീതാലക്ഷ്മി അമ്മാൾ എന്ന അമ്മാളും അമ്മ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളെ ചിരിയോടെ നേരിട്ട സ്ത്രീയാണ്. ആലപ്പുഴയിൽ ജനിച്ച സീതാലക്ഷ്മി അമ്മാൾ 16-ാം വയസ്സിലാണ് പറവൂരിലെത്തിയത്. 79-ാം വയസ്സിലും തൊഴിലുറപ്പ് ജോലിക്കും തൂക്കുപണിക്കുമായി പോകുന്ന അമ്മയുടെ ജീവിതത്തിൽ സ്നേഹത്തിന്റെയും കരുതലിന്റെയും മറ്റൊരു പേരായി മാറിയത് വി ഡി സതീശനാണ്. 6 മക്കൾ 2 പേരെ നഷ്ടപ്പെട്ട അമ്മാളും അമ്മയ്ക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്ന 4 മക്കളുണ്ടെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ ചോദിക്കാൻ ഒരാളുണ്ട് എന്ന ആത്മവിശ്വാസം അവർ കണ്ടെത്തിയത് സതീശനിലൂടെയാണ്. സതീശൻ നാട്ടിലില്ലെങ്കിലും പകരം ആളെത്തി അമ്മാളും അമ്മയെ അന്വേഷിക്കും. ഒരു രാഷ്ട്രീയ നേതാവും ഒരു സാധാരണ തൊഴിലാളിയും തമ്മിലുള്ള ബന്ധമെന്നതിലുപരി അത് രക്തബന്ധങ്ങൾക്കപ്പുറം വളർന്ന ആത്മബന്ധമായിരുന്നു. പ്രളയകാലത്ത് അമ്മാളും അമ്മയെ ചേർത്ത് പിടിച്ച ആ നിമിഷം മുതൽ സതീശൻ അവരെ മനസ്സിൽ മകനായി മാറി. അതേ സ്നേഹത്തോടെ സീതാലക്ഷ്മി അമ്മാളിനെ അമ്മാളും അമ്മ എന്ന് വിളിച്ചു തുടങ്ങിയ സതീശനാണ്. പിന്നീട് ആ പേര് പറവൂരിന്റെ ഹൃദയത്തിലും പതിഞ്ഞു. സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന വാർത്ത കേട്ടതു മുതൽ അമ്മാളും അമ്മയുടെ സന്തോഷം പറവൂരിലെ തെരുവുകളിലും നിറഞ്ഞു നിന്നു. എന്റെ മകൻ മുഖ്യമന്ത്രിയാകുന്നുവെന്ന അഭിമാനത്തോടെ അവർ കാണുന്നവരൊക്കെയും പറഞ്ഞു നടന്നു. മുഖ്യമന്ത്രിയായി പറവൂരിലെത്തിയപ്പോൾ നേരിൽ കണ്ട് ആശംസിക്കണമെന്ന ആഗ്രഹവും അവർ മനസ്സിൽ സൂക്ഷിച്ചു. അതിനിടെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. തന്റെ മകന്റെ സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷിയാകണം, ഒടുവിൽ കൂടി അവനെ ചേർത്ത് പിടിക്കണമെന്ന ആഗ്രഹത്തോടെ അമ്മാളും അമ്മ തിരുവനന്തപുരത്തെത്തി. കൈനിറയെ സതീശന്റെ ചിത്രങ്ങളുമായാണ് മകൾക്കൊപ്പം എത്തിയത്. സദസ്സിന്റെ ഒരു വശത്ത് വി ഡി സതീശനൊപ്പമുള്ള ചിത്രം ഉയർത്തിപ്പിടിച്ചു നിന്ന അമ്മാളും അമ്മയെ മാധ്യമങ്ങൾ ലോകത്തിന് പരിചയപ്പെടുത്തി. വാർത്ത മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് അംഗങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടതോടെ അധികം വൈകാതെ അമ്മാളും അമ്മ വേദിയിലേക്ക് എത്തി. അവിടെ നടന്നത് മനുഷ്യ സ്നേഹത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചയായിരുന്നു. വി ഡി സതീശനെ ചേർത്ത് പിടിച്ച അമ്മാളും അമ്മയുടെ കണ്ണുകളിൽ ഒരമ്മയുടെ അഭിമാനവും സ്നേഹവും നിറഞ്ഞു നിന്നു. അതിനൊപ്പം രാഹുൽ ഗാന്ധിയും അവർ വേദിയിലെത്തി കെട്ടിപ്പിടിച്ചു. വി ഡി സതീശൻ മകനെ പോലെയാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അമ്മാളമ്മയുടെ മറുപടി ഹൃദയത്തെ തൊടുന്നതായിരുന്നു. മകൻ തന്നെയാണ്. രാഷ്ട്രീയത്തിന്റെ തിരകൾക്കിടയിലും മനുഷ്യബന്ധങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഓർമ്മിപ്പിച്ച മനോഹരമായ നിമിഷമായി അമ്മാളമ്മയുടെ ചേർത്തുപിടുത്തം മാറി.